ജോത്സരെ നമസ്കാരം. നമസ്കാരം. നമസ്കാരം തിരുവേലി. ഇരിക്കൂ. എത്ര കാലമായി കണ്ടിട്ട്? കുറെ ആയില്ലേ കണ്ടിട്ട് നമ്മള്. തിരുവേലി നമ്മൾ അന്ന് ഇല്ലത്ത് കണ്ട കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ കാരണം? ചെറിയൊരു കാര്യമുണ്ട്. എന്താ? നിങ്ങൾക്കൊക്കെ എന്ത് കാര്യം ഉണ്ടാവാനാ? അതെ ജോത്സരെ, എന്റെ പേരിൽ ഒരു രാശി വെച്ച് നോക്കണം. യാതൊരു സ്വസ്ഥതയില്ല മനസ്സിന്. എന്താ പറ്റിയത്? അതെ, ഞാനിങ്ങനെ ഈ റീൽ ഇടാറുണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ. അപ്പൊ ഏതോ ഒരു പഹയുണ്ട്, കാലദേവി എന്ന് പറഞ്ഞത്. കാലദേവി അയാള് രാമായണത്തിലുള്ള അസുരനല്ലേ? അത് തന്നെ. അതൊരു ആൾമാറാട്ടക്കാരനാണ്. അതാണ്, ഹനുമാനെ പറ്റിച്ച ആളാണല്ലോ. എത്ര നല്ല റീലായാലും ഇയാൾ നെഗറ്റീവ് കമന്റ് ഇടും. ഓരോ മണിക്കൂറിന് ഓരോന്നിട്ട് എന്നെ ആകെ ശല്യപ്പെടുത്താം. എന്റെ തലയൊക്കെ ആകെ ഇതായി. ഞാൻ ഈ പദ്ധതി ഉപേക്ഷിക്കാനുള്ള വക്കത്തെത്തിയിട്ടുണ്ടോ. അപ്പൊ എനിക്ക് യാതൊരു സ്വസ്ഥതയില്ല. എന്റെ പേരിൽ ഒരു രാശി വെച്ച് വെക്കണം. രാശി വെക്കണം അല്ലേ? അപ്പം പേര് പരമേശ്വരൻ അല്ലേ? അതെ അതെ. നക്ഷത്രം ചതയം. ചതയം. ഇടച്ചേരില്ലോ. ദക്ഷിണ പിന്നെ മതി. ദക്ഷിണ അത് കഴിഞ്ഞിട്ടല്ലേ ക്രിയാവസാന ദക്ഷിണ. അതറിയില്ലേ? രാശി പറയാം. കിട്ടിയ രാശി മകരാണ്. എന്നാൽ മറച്ചൊന്നില്ല. എന്ത് വിഷയം ഉദ്ദേശിച്ചിട്ടാണോ വന്നത് അത് 100% ശരിയാണെന്ന് കാണിക്കുന്നതാണ് രാശി. മകരം മറ്റൊന്നിന്, മകരം വന്നാൽ മറച്ചൊന്നില്ല. അത് അല്ല, രാശി പറയട്ടെ എന്നിട്ടാണല്ലോ. മകരം രാശി ലഗ്നം, ലഗ്നത്തിൽ ഗ്രഹങ്ങളില്ല. 6 വ്യാഴം, അഷ്ടമത്തിൽ ഗുളിയൻ കേതു. അപ്പം ദുരിതമുണ്ട്, ദൈവാനുഗ്രഹം തീരെയില്ല. 6 വ്യാഴാണ്, ബാധാരാശിയിൽ പോയി നിൽക്കുകയാണ് വ്യാഴം. അപ്പം ഇത് എന്തായാലും ഗൗരവാക്കേണ്ട ആവശ്യമില്ലത്. ദൈവാനുഗ്രഹ കുറവുണ്ട്, അതാണ്. പക്ഷേ റീലുമായി ബന്ധപ്പെട്ട് അത് കാലദേവിയുടെ വിഷയം അത്ര ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതില്ല. എന്നാൽ സമാധാനമായില്ല. നിങ്ങൾക്ക് കാലദേവിയെ കുറിച്ച് കൂടുതൽ ചിന്ത വരുന്നത് നിങ്ങളെ റീലിൽ എപ്പോഴും നെഗറ്റീവ് കമന്റ് വരുന്നോണ്ടാണല്ലോ. ഈ നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാല് അത് റീച്ച് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ചെയ്യുന്നതാണ്. അത്ര ഞങ്ങൾ അതിനെ കാണേണ്ടതുള്ളൂ. അത് ഗൗരവമാക്കേണ്ട ആവശ്യമില്ല. കാലദേവി അത് മൂപ്പര വഴിക്ക് പോട്ടെ, നിങ്ങളതിന് ബേജാറാണ്. ജോത്സ്യൻ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തൃപ്തിയായില്ല. ഞാൻ പ്രത്യേക ഹോമം ചെയ്യട്ടെ? അതൊന്നും വേണ്ട. അതൊന്നും അങ്ങനത്തെ ഒരു പരിഹാര ക്രിയകളും ഇതിന്റെ ആവശ്യമില്ല ഇതിന്. പിന്നെ എന്നാല് അഘോരം? അതും വേണ്ട. അങ്ങനത്തെ പരിഹാരങ്ങളൊന്നും വേണ്ട. എന്നാലും തൃപ്തിയാവണ്ട എനിക്ക്. അയാളെ എങ്ങനെങ്കിലും ശരിയാക്കണം. കാലനേമി സുദർശനമായാലോ? ഒന്നും വേണ്ടെന്ന്. ഇത് അത്യാവശ്യം ഇവിടെ എന്താണ്, വ്യാഴം 6 പോയി നിന്നു എന്നുള്ളത് ദൈവാനുഗ്രഹ കുറവുണ്ട് എന്നല്ലാതെ വേറെ ഒരു കുഴപ്പവും നിങ്ങൾക്കില്ല. അത് ആ റീലുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ആ റീല് എപ്പോഴും നല്ല നല്ല വേർച്ചയിലേക്കും കൂടുതൽ റീച്ചും വന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരോത്തരം നന്നായി വരുന്നതാണ്. ജോത്സ്യരെ, ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടും എന്താ ജോത്സ്യര് ഒന്നും പരിഹാരമൊന്നും ചെയ്യണ്ടെന്ന് പറയുന്നത് കാരണം എനിക്ക് എന്തോ ഒരു സംശയം പോലെ. ഈ അഷ്ടമത്തില് ഗുളികനും കേതു ഒരുമിച്ച് വെച്ചല്ലേ? കഷ്ടോ അഷ്ടമി എന്നല്ലേ? കഷ്ടോ അഷ്ടമി വികാരാധീനനാവേണ്ടതില്ല. ഇതൊക്കെ സ്വാഭാവികമാണ്. ഏത് റീലാണെങ്കിലും സിനിമയാണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. പ്രേക്ഷകർ 2 തരത്തിലാണ്. അത് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് പറയുന്നുണ്ടാവും. അത്രേ അതിനെ കാണേണ്ടതുള്ളൂ. ഇത്ര വികാരാധീനനാകേണ്ട ഒരു പ്രശ്നം ഇതിലില്ല. എന്നാലും ജോത്സ്യരെ, ഞാനേ പരിഹാരം ഇതൊക്കെ അന്വേഷിച്ചാണ്. അല്ലാണ്ട് ഈ ജ്യോത്സ്യര് ഈ പറയുന്ന ഈ താത്വികമായ അവലോകനം എനിക്ക് വേണ്ട. എനിക്ക് പരിഹാരം പറഞ്ഞു തരും. ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ സത്യാവസ്ഥ ഈ കാലദേവി ഞാൻ തന്നെയാണ്.
അതെ, ദക്ഷിണ ഞാൻ തിരിച്ചെടുക്കാം. കാലദേവിക്ക് എന്തിനാ ദക്ഷിണ? അത് മതി.